പശ്ചിമേഷ്യ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലോ? മുൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും വെടിനിർത്തലില്ലാതെ തുടർച്ചയായ രണ്ടാം ദിവസവും പരസ്പരം ആക്രമിച്ച് അമേരിക്കയും ഇറാനും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം വീണ്ടും രൂക്ഷമാകുന്നതിനിടെ ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. അമേരിക്കൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട് 4 മാസങ്ങൾക്ക് ശേഷമാണ് മഷാദിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണ പ്രത്യാഘാതങ്ങൾ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന കടുത്ത ആശങ്കകൾക്കിടയിലാണ് ഈ ചടങ്ങുകൾ നടന്നത്. കിഴക്കൻ ഇറാനിലെ മഷാദിലുള്ള ഇമാം റസയുടെ ശവകുടീരത്തിലാണ് ഔദ്യോഗിക ബഹുമതികളോടെ ഖമേനിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. ഫെബ്രുവരി 28 നടന്ന വ്യോമാക്രമണത്തിലാണ് ഖമേനിയും അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. 6 ദിവസം നീണ്ടുനിന്ന വിലാപയാത്രയ്ക്കും ചടങ്ങുകൾക്കും ഒടുവിലാണ് സംസ്കാരം നടന്നത്. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലിബാഫ്, ചീഫ് ജസ്റ്റിസ് ഗുലാം ഹുസൈൻ മൊഹ്സെനി എജയ്, ഖമേനിയുടെ മൂത്ത മകൻ മുസ്തഫ ഖമേനി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. എന്നാൽ ഖമേനിയുടെ പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ട മകൻ മുജ്തബ ഖമേനിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി. ഫെബ്രുവരിയിലെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് സൂചന. ഒരു യുദ്ധവിമാനത്തിന്റെ അകമ്പടിയോടെയാണ് ഖമേനിയുടെ മൃതദേഹം വഹിച്ചുള്ള വിമാനം മഷാദിൽ എത്തിയത്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ തുടരുകയാണ്. അമേരിക്കൻ ആക്രമണങ്ങളിൽ 17 പേർ കൊല്ലപ്പെട്ടതായും ടെഹ്റാൻ മഷാദ് റെയിൽവേ ലൈനിന് നേരെ ആക്രമണമുണ്ടായതായും ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന് മറുപടിയായി കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. അമേരിക്കൻ സഖ്യരാജ്യമായ ജോർദാനിലേക്ക് തൊടുത്തുവിട്ട 8 മിസൈലുകൾ തടഞ്ഞതായി ജോർദാൻ സൈന്യം അറിയിച്ചു. എന്നാൽ ഇറാന്റെ ആക്രമണങ്ങൾ കാര്യമായ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടാക്കിയിട്ടില്ലെന്ന് അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇറാന്റെ ഏക സിവിലിയൻ ആണവ നിലയമായ ബുഷറിന്റെ പരിസരത്തും അമേരിക്കൻ ആക്രമണം നടന്നതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതി തയ്യാറാക്കുന്നതായി ഇസ്രായേൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ ശരിവയ്ക്കുന്ന തരത്തിൽ ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത വൻ ജനക്കൂട്ടം ട്രംപിനെതിരെ വധഭീഷണി മുഴക്കുകയും അമേരിക്കയ്ക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. ഇതിനിടെ ആവശ്യമെങ്കിൽ ഇറാനിൽ മൂന്നാമതൊരു ആക്രമണം ശക്തമായി നടത്താൻ ഇസ്രായേൽ തയ്യാറാണെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. നിർണായക എണ്ണവാതക പാതയായ ഹോർമുസ് കടലിടുക്കിലും വൻ സംഘർഷമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ സൈന്യം 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിനെ തുടർന്ന് അമേരിക്ക ശക്തമായി തിരിച്ചടിച്ചിരുന്നു. ഇതോടെ കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.